ഈ പ്രതിയുടെ കാലാവധി തീർന്നതിന് മുന്നേ അവർക്ക് പ്രിവിലേജ് കൊടുത്തിറക്കുന്നത് സമൂഹത്തിലൊരു മോശം സന്ദേശം നൽകും. വളരെ മോശം സന്ദേശം കൊടുക്കുക. കാരണം പണ്ട് നമ്മളെല്ലാം പല പ്രാവശ്യം ഈ സന്ദേശം ഞങ്ങളൊക്കെ മനസ്സിലാകുന്നത് ചില സമയം നമ്മളൊക്കെ പൊതുസമൂഹത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നിയമം എന്ന് പറയുന്നത് നിയമവും സംവിധാനമൊക്കെ വെറും ചെലന്തി വല മാതിരിയാണ്. അതിനകത്ത് ഈ ചെറിയ പ്രാണി മാത്രമേ കുടുങ്ങുള്ളൂ. അതിൽ സാധാരണ വലിയ വലിയ പ്രാണികളൊന്നും അതിൽ കുടുങ്ങില്ല. അങ്ങനെയാണ് അത്. പണ്ട് ഈ ഒരു ഫ്രഞ്ച് ചിന്തകനുണ്ട് ബാൾസാക്ക്, അദ്ദേഹം പറഞ്ഞാണ് ഇതൊരു സ്പൈഡർ വെബ് മാതിരിയാണ് ചില സമയം ലോ സിസ്റ്റം. ഇവിടെ ഇപ്പം നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. പിടിപാടും പിന്നെ നിയമ സംവിധാനത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന നമ്മളൊക്കെ ഗവൺമെന്റിലും സിസ്റ്റത്തിലും നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ വലിയ വലിയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമത്തിന്റെ ചില പഴുതുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെ രക്ഷപ്പെട്ട ഒരു അക്യൂസ്ഡ് ആണ് ഈ ഷെറിൻ എന്ന് പറഞ്ഞ ലേഡി. അവർക്ക് ഈ സിസ്റ്റം അവരെ വല്ലാണ്ട് സഹായിച്ചിരിക്കുകയാണ്. സർക്കാർ അവരെ സഹായിച്ചിരിക്കുകയാണ്. ജയിൽ അതോറിറ്റീസ് അവരെ സഹായിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു മോശം സന്ദേശം കൊടുക്കും സമൂഹത്തിൽ. കാരണം നമ്മളെല്ലാം റൂൾ ഓഫ് ലോ പ്രിവെയിൽ ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മൾ. ഇവിടെ നിയമവും സംവിധാനത്തിനാണ് നമ്മളൊക്കെ വില കൽപ്പിക്കുന്നത്. അപ്പൊ അത്തരത്തിലൊരു ഒരു മർഡർ കേസിൽ കൺവിക്ട് ചെയ്യുക, ആ കൺവിക്ഷൻ എല്ലാ കോടതിയും ശരിവെക്കുക, അങ്ങനെ 3 ജീവപര്യന്തം കൊടുക്കുക. അങ്ങനെ അതും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ജയിലിൽ വാസം ഡിസ്പ്യൂട്ട് ആകുക. പിന്നെ അവർക്ക് 440 ദിവസം പരോൾ കിട്ടിയെന്നാണ് പറയുന്നത്. അതായത് 1 വർഷത്തിൽ കൂടുതൽ പരോൾ കിട്ടിക്കഴിഞ്ഞു. പിന്നെ അവരുടെ ബിഹേവിയർ മോശമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാ തരത്തിലും നിയമവിരുദ്ധമായ പല കാര്യങ്ങളും ജയിലിനകത്ത് ചെയ്ത ഒരു പ്രതിക്ക് നമ്മുടെ സിസ്റ്റം, നമ്മുടെ സർക്കാരും അല്ലെങ്കിൽ നമ്മുടെ ജയിൽ അതോറിറ്റീസും എല്ലാവരും കൂടി അതിന് എല്ലാ സപ്പോർട്ടും ചെയ്തിട്ട് ആ പ്രതിയെ ഇറക്കി വിടുകയാണ്. വളരെ ലാഫിംഗ് സ്റ്റോക്കായി മാറുകയാണ് ചില സമയം നിയമം. അത് ഞാൻ നേരത്തെ പറഞ്ഞത് ബാൽസാക്കിന്റെ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത്. ഇത് ഒരു നിയമത്തിൽ ഉള്ളിന്ന് കൂടുന്ന ചെറിയ മത്സ്യങ്ങളാണ്. അത് തന്നെയാണ് കൃഷ്ണയ്യറും പറഞ്ഞത്. ജസ്റ്റിസ് കൃഷ്ണയ്യറും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ നിയമം എന്ന് പറയുന്നത് പല സമയത്തും ഈ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. പിടിപാടുള്ള ആൾക്കാർക്ക് നിയമത്തിനൊക്കെ അതീതരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പ്രതികൾക്ക് മുൻപ് ക്രിമിനൽ കൃത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല, മക്കളുണ്ട്, ചെറുപ്പക്കാരാണ് തുടങ്ങിയ കാരണങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു ശിക്ഷാവിധിയുടെ സമയത്ത് തന്നെ ഒട്ടനവധി സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരെ പോലെയുള്ളൊരു ജീവിതം തന്നെയായിരുന്നു ഷെറിൻ അനുഭവിച്ചിരുന്നത്. ജയിലിൽ നിന്നാകട്ടെ പുറത്തിറങ്ങുമ്പോഴാകട്ടെ പല കോണുകളിൽ നിന്നും പോലീസുകാരുടെ കൈകളിൽ നിന്നും എല്ലാം സഹായങ്ങൾ ലഭിച്ചു. അതൊക്കെ വലിയ ചർച്ചയാവുകയും വിവാദമാവുകയൊക്കെ ചെയ്ത സാഹചര്യം നമ്മൾ കണ്ടു. അതിനിടയിലാണ് ഇപ്പോൾ പ്രതി ഷെറിന്റെ മോചന സർക്കാർ തന്നെ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് ഭാവിയുടെ ഒരു കേരളത്തെ തന്നെ വലിയ തരത്തിൽ ബാധിക്കില്ലേ? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഒരു മോശം സന്ദേശം കൊടുക്കും പൊതുസമൂഹത്തിൽ. നിയമത്തിനെ കുറിച്ചും നിയമ സംവിധാനത്തെ കുറിച്ചും പോലീസ് സിസ്റ്റത്തെ കുറിച്ചും നമ്മുടെ കോടതികളെ കുറിച്ചും ഇവൺ കൺവിക്റ്റഡ് കേസിൽ കോടതി, അതായത് സാധാരണ പോലീസൊക്കെ ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായി കണ്ടക്ട് ചെയ്ത് ഗെറ്റിംഗ് എ കൺവിക്ഷൻ, ഇതുമാതിരി ഒരു കൺവിക്ഷൻ വാങ്ങിക്കുക വെരി ഡിഫിക്കൽട്ട്. ഡയറക്റ്റ് എവിഡൻസ് ഇല്ല. എല്ലാം ഇൻഡയറക്റ്റ് എവിഡൻസ് വെച്ചിട്ട് സാഹചര്യ തെളിവും വെച്ചിട്ട് പോലീസ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു കേസ്, പോലീസും പ്രോസിക്യൂട്ടറും എല്ലാം കൂടി കഷ്ടപ്പെട്ടിട്ടാണ് ഒരു കേസ് കൺവിക്ഷൻ വാങ്ങിക്കുന്നത്. അങ്ങനെ കൺവിക്ഷൻ വാങ്ങിച്ചു കഴിഞ്ഞാലും അതിനൊരു മോക്കറിയായി മാറുക വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇതിനോട് വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അതിന് പ്രധാന കാരണം ഈ ഗവൺമെന്റ് തന്നെയാണ്. കാരണം ഗവൺമെന്റ് മിഷനറി ഈ പ്രതിക്ക് സഹായിക്കത്തക്ക തരത്തിൽ പ്രവർത്തിച്ചു എന്ന് നമ്മളെല്ലാം സംശയിക്കുന്നുണ്ട്. കാരണം അവരുടെ ഫയൽ നീക്കങ്ങൾ, അവർക്ക് പരോൾ ലഭിക്കുന്നത്, അവരുടെ ബിഹേവിയർ ഈ ഇൻസൈഡ് ജയിൽ മോശമാണ്. എന്നിട്ടും ഈ ജയിൽ ഉപദേശക സമിതി എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ്. അതായത് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ആൾക്കാരാണ് ഈ ഉപദേശക സമിതിയിൽ ഉണ്ടാവുക. അപ്പൊ ജയിലിനകത്തുള്ള ഉപദേശ സമിതി സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് താല്പര്യം, അതായത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിന്റെ ആൾക്കാരാണോ അവരെ താല്പര്യങ്ങൾ സംരക്ഷിക്കും. ഇതൊക്കെ പൊളിറ്റിസൈസ് ചെയ്യാണ് നമ്മുടെ നാട്ടിൽ. അതാണ് നമുക്കൊക്കെ ആശങ്ക ഉണ്ടാക്കുന്നത്. അതൊന്നും ഒരു മാന്യമായ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ലോ പ്രിവെയിൽ ചെയ്യുന്ന ഒരു സമൂഹത്തിൽ നമ്മളൊക്കെ നിയമവും നീതിയും ഒക്കെ വളരെ ഘോരം പ്രസംഗിക്കുന്ന ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു മോശം സംഭവങ്ങൾ നടക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ 2010 ജൂൺ 11 ഈ ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് വിധി വന്നത്. ആ ഒരു സമയത്ത് തന്നെ 2012 മാർച്ച് ആയപ്പോഴത്തേക്കും ഷെറിന് ആദ്യ പരോൾ അനുവദിച്ചു. തുടർന്ന് പല ജയിലുകൾ മാറി നിൽക്കുകയും സൗകര്യക്കുറവ് മൂലം അത്തരത്തിലൊക്കെ കുറേയധികം ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. അതിലൊക്കെ കുറേയധികം മാറ്റങ്ങളൊക്കെ വന്ന് നമ്മൾ നിയമവശങ്ങളിൽ കണ്ടു. പക്ഷേ ഇപ്പോൾ പുറത്തിറങ്ങാനുള്ളൊരു സാഹചര്യം ഒരുങ്ങുമ്പോൾ ഈ പ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മറ്റു കാര്യങ്ങൾ, ഇനി ഈ പ്രതിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് വന്നാൽ
വന്നാൽ അതിന് ആര് ഉത്തരവാദിത്വം പറയും? അതിന് സർക്കാർ തന്നെയല്ലേ ഉത്തരവ് പറയേണ്ടത്? കാരണം അതിന്റെ ഉത്തരം പറയേണ്ടതും ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതും സർക്കാർ തന്നെയല്ലേ? ആണ്. പക്ഷെ ഇവിടെ ഇപ്പൊ ഈ പ്രതി ഇപ്പം പരോളിൽ ഈ പ്രതി ഇറങ്ങിയിരിക്കുകയാണ്, എക്വിറ്റിലായി ഇറങ്ങിയാണ്. അങ്ങനെ കോടതി ഈ ഗവർണറുടെ ഉത്തരവിന് ശേഷം ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം അവർ പുറത്തിറങ്ങുകയാണ്. അവർ പുറത്തിറങ്ങിയ വല്ലതും ചെയ്താൽ ഹൂ വിൽ ബി റെസ്പോൺസിബിൾ? ആരുമില്ല. അതും ഈ സിസ്റ്റം തന്നെ വീണ്ടും നമ്മളെല്ലാവരും ടേക്കപ്പ് ചെയ്യും, പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വരും, അഗൈൻ കൺവിക്ഷൻ വരും. അപ്പം കൺവിക്ഷൻ കുറച്ച് സ്പീഡപ്പ് ആവുന്നല്ലാതെ വേറൊരു വ്യത്യാസവും കാണുന്നില്ല. അതാണ് പറയുന്നത്, നമ്മുടെ സർക്കാരും നമ്മുടെ ഭരണവർഗങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ഇത് വളരെ ക്ലോസ് ആയിട്ട് വളരെ മോണിറ്റർ ചെയ്യേണ്ട സംഭവമാണ്. ഇത്തരത്തിലുള്ള വിരുദ്ധമായ കാര്യങ്ങൾ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ചെയ്യുന്ന ആളുകൾക്ക്. പക്ഷെ ആ ചെയ്യുമ്പോൾ നിയമത്തിന് നൂലാമാലകളിൽ നിന്ന് ലൂപ്പ് ഹോൾസ് മുതലെടുക്കുകയാണ് നമ്മുടെ സംവിധാനം. ആ സംവിധാനത്തിൽ ഇപ്പോഴുള്ള ഗവൺമെന്റും ബാക്കി പൊളിറ്റിക്കൽ പാർട്ടീസും പൊതുസമൂഹവും ഒക്കെ ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് സംഭവിക്കുന്നതില്ല, അതിന് മതിയായ കാരണങ്ങൾ ആരാണ്, ഹൂ ഇസ് റെസ്പോൺസിബിൾ, അവർക്കും കൂടി ഉത്തരവാദിത്വം ഫിക്സ് ചെയ്യുക. ഇതിൽ ചില മന്ത്രിമാർ വരെ ഇതിൽ പങ്കാളിയാണെന്ന് പറയുന്നുണ്ട്, അത് അന്വേഷിക്കണം. പക്ഷെ ഇതിനൊക്കെ സമയം നമ്മുടെ ആദരണീയായ ഗവർണർ വരെ അതിൽ ആക്സെപ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹവും ഈ ഫയൽ മടക്കി വെച്ചു. അപ്പൊ ഈ ഗവൺമെന്റിൽ നിന്ന് വരുന്ന, അതായത് ഗവൺമെന്റ് ഈസ് ഇൻട്രസ്റ്റഡ് പാർട്ടിയാണ്, അപ്പൊ ഗവൺമെന്റിൽ നിന്ന് വരുന്ന മറുപടിയിൽ മാത്രം നിന്നുകൊണ്ട് നമ്മുടെ ഗവർണറും അതിന് ഒപ്പിട്ടിരിക്കുകയാണ്. അപ്പം നിയമ സംവിധാനം ഉപയോഗിച്ച് തന്നെ നിയമവിരുദ്ധമായ കാര്യം ചെയ്തു എന്ന് പറയേണ്ടി വരും. പക്ഷെ വളരെ അൺഫോർച്ചുനേറ്റ് ആണ്, ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.